പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 6-ാമത്തെയും 7-ാമത്തെ വാക്യം. 1 Peter chapter 1 verses 6 and 7 ഒന്ന് വായിച്ച് സഹായിക്കുന്നെങ്കിൽ നന്നായിരുന്നു. ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. വായിച്ചോ? ആറും ഏഴും വാക്യം അച്ഛൻ വായിച്ചല്ലോ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. സ്തോത്രം, ഹല്ലേലൂയ. വളരെ ദൈവസനെ ചിന്തിക്കുകയും ദിവസങ്ങളിൽ എന്നോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറഞ്ഞ് ബലപ്പെടുത്തുകയും ചെയ്ത ഒരു വചനത്തിൻ്റെ ഏടുകളിലേക്കാണ് ഇന്ന് പകലത്തെ എൻ്റെ ശുശ്രൂഷ ഞാനൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സമയം നമ്മുടെ മുൻപിൽ കുറവായതുകൊണ്ടും അപ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ ആ ഭാഗത്തിൻ്റെ ചിന്തകളിലേക്ക് മടങ്ങി വരുവാൻ പലപ്പോഴും ദൈവവചനം എന്ന പൊരുൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്തത് അല്ലെങ്കിൽ മനസ്സിലാകാൻ പറ്റാതെ പോകുന്നത് നാം ദൈവത്തോട് കൊടുക്കുന്ന നമ്മുടെ ആ വിലയുടെ നിലവാരമനുസരിച്ചിരിക്കും പലപ്പോഴും ദൈവവചനം നമുക്ക് പൊരുൾ തിരിച്ച് കിട്ടാൻ പറ്റാതെ വരുന്നത്. ദൈവവചനം എന്ന് പറയുന്നത് നമ്മളെ ഉറപ്പിക്കുന്നതാണ്. ഇപ്പോൾ സിജിംബാസ് പറഞ്ഞതുപോലെ, കുഞ്ഞോമ്പേറൊക്കെ പറഞ്ഞതുപോലെ, ദൈവവചനത്തിൽ ഞാനും നിങ്ങൾ ഉറച്ചാൽ നാം പോലും അറിയാതെ നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ട്, അല്ലേ? നാം പോലും അറിയാതെ നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ട്. ഇന്ന് പകൽ ആ സത്യം ഞാനും വലിയവനായ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ദൈവമേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറയണമെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം. നമുക്ക് ആരുണ്ട്? ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രത്യാശ ഇറക്കി വെക്കാൻ, നമ്മുടെ വിഷാദഭാവം ഇറക്കി വെക്കാൻ, നമ്മുടെ പരിശോധന ഇറക്കി വെക്കാൻ, നമ്മുടെ ബലഹീനത ഇറക്കി വെക്കാൻ. വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു. ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ മേഖലകളിൽ മുൻപോട്ട് എന്തു ചെയ്യുമെന്നോർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ച് നടക്കേണ്ടി വന്നാലും ഞാൻ ആനന്ദിക്കുന്നു. കാരണം എന്നാ? എനിക്കൊരു ദൈവമുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുള്ളവരും ദൈവവചനത്തിൽ ഉറപ്പുള്ളവരുമാണ് പെന്തക്കോസ്ത് സമൂഹമായ ഞാനും നിങ്ങളും. നമ്മുടെ ആദ്യ നൂറ്റാണ്ടിൽ ആദ്യ ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത്. നമ്മുടെ പ്രാരംഭകാല ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ നിന്ദ അനുഭവിച്ചത്. യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ വിളിക്കപ്പെട്ട ദൈവമക്കൾ മാറിയിരുന്ന് ഒരു യേശുക്രിസ്തു എന്ന് പറഞ്ഞ് മറ്റൊരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ വേർപെട്ട ദൈവത്തെ ആരാധിച്ചു കൊണ്ടുപോയപ്പോൾ സ്തോത്രം, അന്നത്തെ ഗവൺമെൻറ് സമൂഹം ബാൻ ചെയ്ത, അന്നത്തെ ഗവൺമെൻറ് സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ഞാനും നിങ്ങളുമാണ്. സ്തോത്രം. അന്ന് ഹല്ലേലൂയ ഇങ്ങനെയുള്ളവരെ കൊന്നുകളയണം, ഇങ്ങനെയുള്ളവരെ തീർത്തു കളയണമെന്ന് പറഞ്ഞ് സ്തോത്രം അന്നത്തെ ഗവൺമെൻറ് നിയമം വിരോധമായി നിന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ മാറിയിരുന്ന് കരഞ്ഞതിൻ്റെ ഫലമാ ഇന്ന് ലോക രാജ്യങ്ങളിലേക്ക് ഈ സുവിശേഷം ആരിപ്പറന്നത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നീ ദൈവത്തിന് കൊടുക്കുന്ന വിലയനുസരിച്ചിരിക്കും, ദൈവ പൈതലേ നീ ദൈവനാമത്തിന് കൊടുക്കുന്ന മാന്യത അനുസരിച്ചിരിക്കും നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്നത്. അന്നത്തെ കാലത്ത് ക്രൈസ്തവരെ മുഴുവൻ ബാൻ ചെയ്തു. ഇങ്ങനെ ക്രൈസ്തവ വേല പറഞ്ഞുകൊണ്ട്, സുവിശേഷ വേല പറഞ്ഞുകൊണ്ട്
മശിഹയെ പറഞ്ഞുകൊണ്ട് ആ കൈയടിച്ച് ആരാധിക്കുന്ന, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന, മാറ്റി നിർത്തി ഹല്ലേലൂയ സമൂഹം ഇത് തെറ്റെന്ന് വ്യാഖ്യാനിച്ച് മാറ്റി നിർന്ന ഒരു കൂട്ടം ആൾക്കാർ കൂണുപോലെ മുളച്ചു വന്ന കാലത്ത് സ്തോത്രം ഹല്ലേലൂയ ദൈവാത്മാവ് പറയുക, എനിക്ക് അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞൊരു കൂട്ടരുണ്ടെങ്കിൽ ഇന്ന് പകരം ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. അത് ഉറക്കണേ. നമുക്കൊരു ദൈവം ഉണ്ടെന്ന് കുറച്ച് എപ്പോഴും എനിക്ക് എവിടെ ചെന്നാലും പറയാനിതേ ഉള്ളൂ. നമുക്കൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ. ജീവിതത്തിൽ പല പരിശോധനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, തിരുവചനത്തിലേക്ക് കയറാം. ജീവിതത്തിൽ പല പരിശോധനകൾ കടന്നു പോകുമ്പോൾ നമുക്ക് വെല്ലുവിളികൾ കൂടുതലാണ്. ഒന്നുമില്ലാത്തവർക്ക് വെല്ലുവിളികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അവരതിനെ കടക്കും. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഒത്തിരിയുണ്ട്, പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്, എതിർപ്പുകൾ ഒത്തിരിയുണ്ട്. കൂടെ നിന്നവരൊക്കെ മാറ്റി നിർത്തും. എന്നാൽ പത്രോസ് പറയുകയാണ്, അതിൻ്റെ നടുവിലും അഗ്നിശോധനയ്ക്കായി, അങ്ങനല്ലേ, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ച് നടക്കേണ്ടി വന്നാലും ആനന്ദിച്ചോണം. കാരണം എന്നാ, സമൂഹത്തേക്ക് നോക്കിയാൽ നിനക്ക് ആനന്ദിപ്പാൻ കഴിയത്തില്ല, പരിസരങ്ങളിലേക്ക് നോക്കിയാൽ ഹൃദയം തുറക്കാൻ കഴിയത്തില്ല. മാനസികമായി എവിടെ നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തണം, വിശ്വാസ ജീവിതം വെല്ലുവിളിയാണ്. വിശ്വാസ ജീവിതം വെല്ലുവിളിയാണ്. വിശ്വാസ ജീവിതത്തിന് വേണ്ടി നീ ഉറപ്പോടെ നിന്ന് നോക്കിക്കേ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാണാൻ പറ്റും. ഞാൻ ഈ അനുജ ആദ്യമായി യേശുവിനെ അറിയാൻ വേണ്ടി വളരെ തിടുക്കത്തോടെ ആരാധനാലയത്തിലേക്ക് ഓടി വന്നു. ഒരിട ദിവസമാണ് വന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഇതേ ഉള്ളൂ, പ്രാർത്ഥിക്കും, മറുപടി ദൈവം തരും. മറുപടി തന്നാൽ പഴയതിലും കൂടുതൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, പഴയതിലും കൂടുതൽ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും, പഴയതിലും കൂടുതൽ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ടാകും. പ്രാരംഭം അത് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥന ആത്മീയമായവൾ വളരുവാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ഭവനങ്ങളിൽ പ്രശ്നം കുവിഞ്ഞുകൂടാൻ തുടങ്ങി, പ്രതിസന്ധികൾ ഓടിയെത്താൻ തുടങ്ങി. ഏതുവഴി പോയാലും വേദനകൾ ഒരുപോലെ വന്നു. എന്നിട്ടും സ്തോത്രം അത് വേണ്ട എന്ന് വെച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എന്നും കൂടെയുണ്ട്. തളർന്നു പോകരുത് കുടുംബമേ, അമ്മാമേ, തളർന്നു പോകരുത്. കാരണം എന്നറിയാമോ, ഈ നാം ജീവിക്കുന്നത് വെല്ലുവിളിയുടെ നടുവിലാണ്. എനിക്ക് ഈ ഭാഗം മറ്റൊരു തലത്തിൽ കൂടെ കൊണ്ടുപോയി ഒരു ആത്മീകമായ ഉണർവിലേക്ക് ഈ സന്ദേശം കൊണ്ടുപോകാൻ അറിവില്ലാഞ്ഞിട്ടല്ല. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയാം, ഇതിനകത്തിരിക്കുക ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, എനിക്കും നിങ്ങൾക്കും വെല്ലുവിളികളുണ്ട്. ഇത് മുൻപിൽ കണ്ടുകൊണ്ട് പത്രോസ് പറയുന്നത് പോലെ നാനാ പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ സ്നേഹിക്കുന്ന ദൈവവേദലേ, സ്നാനപ്പെട്ട ദൈവവേദലേ, അഭിഷേകം പ്രാപിച്ച ദൈവവേദലേ, നിന്റെ ഹൃദയം ആനന്ദിക്കണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ക്രിസ്തീയ ജീവിതത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, അതിൻ്റെ വാല്യൂ, മഹത്വം എന്താണെന്നുള്ളത്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വില കൊടുക്കുന്നതാണ്. കണ്ണിനെ മുൻപിലിട്ട് തലമുറയെ വെട്ടിക്കൊല്ലുന്നു, തലമുറകളുടെ മുൻപിലിട്ട് മാതാപിതാക്കളെ മുറിച്ചു മാറ്റുന്നു, എരിയുന്ന ഉമിത്തിയിലേക്ക് സ്തോത്രം മാതാപിതാക്കളെ എടുത്തിട്ട് ഉമിക്കിരയാക്കി കളയുന്നു, തിളച്ചു മറിയുന്ന ടാറ് വീപ്പയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ടാറ് വീപ്പയിലിട്ട് പുഴുങ്ങിയെടുക്കുന്നു. തെരുവീഥികളിൽ തീപ്പന്തമായി എണ്ണയൊഴിച്ച് തീപ്പന്തമായി അവരെ നാട്ടി തെരുവിൽ പന്തങ്ങളായി ലൈറ്റുകളായി നിർത്തുന്നു. ഒരു മുള, രണ്ട് മുളകൾ ചേർത്ത് പിടിച്ച്, രണ്ട് കാലുകൾ രണ്ട് മുളയിലേക്ക് ചേർത്ത് പിടിച്ച് മുള പഴയ ഭാഗത്തേക്ക് വിടുമ്പോൾ രണ്ട് ഭാഗത്തേക്കും വീശിപ്പോകുന്ന മുള ശരീരത്തിന്റെ ഉടലുകളെ കീറിമുറിച്ച് ഉടലുകൾ രണ്ട് സൈഡിലേക്ക് തെറിച്ചു പോകുന്നു. ഇതെല്ലാം സംഭവിച്ചപ്പോഴും പത്രോസ് പറയുക, കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഓർത്തു, ജീവിതത്തിൽ വെല്ലുവിളികൾ ഉള്ളതാ ക്രിസ്തീയ ജീവിതം. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല, കടഭാരം വരുമ്പോൾ വേണ്ടെന്ന് വെക്കുന്നതല്ല, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ പിറുപിറുക്കുന്നതല്ല, രോഗങ്ങൾ വരുമ്പോൾ മാറി നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വചനം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് വലിയ അർത്ഥമൊന്നുമില്ല, ലോകക്കാർക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ
പത്രോസ് പറയുന്നത് പോലെ നമുക്കൊരു ആനന്ദം ഉണ്ടാകണം. ഒരുപാട് ഭാഗങ്ങൾ അതിലേക്കുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ മലയാള ഭാഗങ്ങളല്ല, ഇംഗ്ലീഷ് ഭാഗങ്ങളിൽ ഇല്ലാത്ത രണ്ട് വാക്കുകളാണ്. ഒന്ന് ആക്സിഡൻ്റൽ, രണ്ട് ഇമ്പോസിബിൾ. ദൈവവചനത്തിലില്ല ആക്സിഡൻ്റൽ ആൻഡ് ഇമ്പോസിബിൾ. എന്താ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികം, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യം. വായിക്കുന്ന തിരുവചനത്തിലേക്ക് നോക്കിക്കേ, യാദൃച്ഛികമെന്ന് പറയുന്നതും അസാധ്യമെന്ന് പറയുന്നതും നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിലില്ല. കാരണം എൻ്റെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിലൊന്നും യാദൃച്ഛികമല്ല. എൻ്റെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിലൊന്നും ആക്സിഡൻ്റൽ അല്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, അവന് സകലവും സാധ്യം. ഇന്ന് പകൽ ഓർത്തോ, വിശ്വസിക്കുക ദൈവവേദലേ, ഈ രണ്ട് വാക്കുകൾ നിന്നെ ആത്മീയത്തിൽ പുറകോട്ട് കൊണ്ടുപോകരുത്. ആക്സിഡൻ്റൽ ആൻഡ് ഇമ്പോസിബിൾ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നിൻ്റെ ജീവിതത്തിൽ ആക്സിഡൻ്റൽ ഒന്നുമില്ല. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഉറച്ചോ, എനിക്കൊരു ദൈവമുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. അത് വിശ്വസിക്കാൻ കഴിയണം. ദൈവം അറിഞ്ഞു ചില കഷ്ടതകൾ വരും, ദൈവം അറിഞ്ഞു ചില വേദനകൾ വരും, ദൈവം അറിഞ്ഞു ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, ദൈവം അറിഞ്ഞു ചില രോഗങ്ങൾ കടന്നു വരും. എന്നാൽ അതിൻ്റെ നടുവിൽ പരിഹാരം തരുന്ന ഒരു നസറേനായ യേശു, ഒരു നീക്കുപോക്ക് തരുന്ന ഒരു കർത്താവ് നമ്മുടെ ദൈവസഭയിലുണ്ട്. ക്ഷീണിക്കരുത്. ക്ഷീണിച്ചു പോകുന്നൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. ജോലി ചെയ്ത് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ക്ഷീണിതരാ. ഒരു ചെറിയ രോഗം വന്നാൽ ക്ഷീണിതരാ. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ക്ഷീണിതരാ. എന്നാൽ തിരുവചനം പറയുന്ന ആ ക്ഷീണത്തെക്കുറിച്ചല്ല. നിങ്ങൾ വചനത്തിൽ ക്ഷീണിക്കരുത്. വചനം വായിക്കുന്നവരായി മാറണം. വചനത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുന്നവരായി മാറണം. ഈ ഭാഗം ഒരുപാട് ആവശ്യങ്ങളൂടെ നാം കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സത്യം ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. നമ്മൾ നിൽക്കുന്നത് വെല്ലുവിളിയുടെ നടുവിലാണ്. പൗലോസ് പറയുക, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് പറയുക, എൻ്റെ ദൈവം എന്നെ കണ്ടു. എൻ്റെ ദൈവം എന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. വീണ്ടും അവൻ്റെ വെളിപ്പാട് കൂടി. ആദ്യം ദൈവം കണ്ടു എന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ വെളിപ്പാട് കൂടിയിട്ട് അവൻ പറയുക, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ടു. ആദ്യം പറയുന്നത് എവിടെ വെച്ച് കണ്ടെന്നാ? ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എൻ്റെ ദൈവം എന്നെ കണ്ടു. പക്ഷേ ആത്മീയത്തിൻ്റെ ആധിക്യത്തിലേക്ക് പൗലോസിൻ്റെ ചിന്ത കയറിയപ്പോൾ പൗലോസ് പറയുന്ന കണ്ടോ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ടു. വീണ്ടും പൗലോസ് ആത്മീയത്തിൽ മുന്നോറുവാൻ തുടങ്ങി. ആത്മീയത്തിൽ മുന്നോട്ട് നീങ്ങി വചനത്തിൻ്റെ ആധിക്യം അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പൗലോസ് മൂന്നാമതായി പറയുന്നത് എന്നാണെന്നറിയാമോ? അവൻ ലോകസ്ഥാപനത്തിന് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ എന്നെ കണ്ടു. ആദ്യം എവിടെ വെച്ച് കണ്ടെന്ന് വെച്ചാ പറഞ്ഞേ? ദമസ്കോസിന്റെ അവിടം കൊണ്ട് തീർന്നു എന്ന് ഓർത്തു. പക്ഷേ മുട്ടുമേലിരുന്നു. ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേ അവൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഒരു തീപ്പന്തം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് പറയുക, പൗലോസേ, ഞാൻ ദമസ്കോസിൽ വെച്ചല്ല നിന്നെ കണ്ടത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടതാ. രണ്ടാമത് അവൻ്റെ ആത്മീയതയ്ക്ക് വർധനവ് സംഭവിച്ചു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലോകത്തറിയപ്പെടുന്ന നല്ലൊരു സുവിശേഷകനാ. എന്റെ കർത്താവ് അറിഞ്ഞാൽ പിന്നെ കഷ്ടതയുടെ കൂമ്പാരം അനുഭവിച്ച് ആ മനുഷ്യൻ പറയുകയോ, ഓ അല്ലോ, ദമസ്കോസിൽ വെച്ചല്ലവൻ എന്നെ കണ്ടത്, അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ലവൻ എന്നെ കണ്ടത്, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ അവൻ എന്നെ കണ്ടു. മാറ്റം കണ്ടോ? ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാറ്റം വരണം. ആദ്യ ദിവസങ്ങൾ ഒരുപോലെ പോകരുത്. ഏപ്രിൽ മാസത്തെ അനുഭവങ്ങളല്ല, ഈ മെയ് മാസത്തെ അനുഭവമല്ലേ ജൂൺ മാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. വളർച്ച ഉണ്ടാകണം കേട്ടോ. തളർന്നു പോകരുതേ, തളർന്നു പോകരുത്. സ്റ്റെപ്പുകൾ വെച്ച് കയറണം. എന്തിനാ പരീക്ഷ? പരീക്ഷ എന്തിനാ ജീവിതത്തിൽ നടക്കുന്നേ? അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാനല്ലേ പരീക്ഷ? അല്ലേ? പരീക്ഷ ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് കയറുക വെച്ചാ. അപ്പോൾ ഈ പരീക്ഷ വരുമ്പോൾ പിറുപിറുക്കരുത്. പരീക്ഷ എത്ര ദിവസമുണ്ട്? കൂടി വന്ന 6 ദിവസം അല്ല 7 ദിവസം. പക്ഷേ വിജയം എത്ര നാളാ? പരീക്ഷകൾ ചുരുക്കമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ അതിന് മാന്യത എത്രത്തോളം അല്ലേ? പിടികിട്ടിയ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. പരീക്ഷ ചുരുക്കമാണ്, പരീക്ഷയുടെ ഡേറ്റ് കുറവാണ്. പക്ഷെ ആ ഡേറ്റിൽ നിന്നുകൊണ്ട് നീ ആ പരീക്ഷയിൽ വിജയിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ വരവ് വരെ നിനക്ക് സന്തോഷിക്കാം. പരീക്ഷ ഇല്ലാതെ അടുത്ത ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, സ്തോത്രം, അല്പനേരത്തേക്ക് ഒരു നാനാ പരീക്ഷകളാൽ
ദുഃഖിച്ചു പോകരുത്. പരീക്ഷ വരുമ്പോൾ പിറുപിറുക്കരുത്. പരീക്ഷ വരുമ്പോൾ ഉറങ്ങാതിരിക്കരുത്. പരീക്ഷ വരുമ്പോൾ അലറിക്കറിയരുത്. കാരണം എന്നാ, ഈ പരീക്ഷ കഴിയുന്നത് അടുത്തതിലേക്ക് നിനക്ക് പ്രോഗ്രസ് കിട്ടാനാ. ചുരുക്കം പേരെ ഇവിടെ ഉള്ള എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, ഇല്ലേ? എക്സാമിനേഷൻ ജീവിതത്തിൽ വേണമെന്ന്, ഒന്നെങ്കിൽ തലമുറയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ മേഖലകളിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ തലങ്ങളിലും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഓർത്തോണം, നമുക്ക് ആനന്ദിക്കാൻ ദൈവം ഒരു വഴി തന്നിട്ടുണ്ട്. സ്തോത്രം. അധികം കൂടെ അവനെ അറിയണം. സ്തോത്രം. നമുക്ക് ഈ കസേര കാലിയായി പോവുമല്ലോ, അല്ലെങ്കിൽ ഈ സ്ഥലമൊന്നും സ്പേസ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ല എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ആണോ? നിങ്ങൾ വന്നില്ലെങ്കിൽ ഒരു കസേരയുടെ കാലി, നിങ്ങൾ വന്നില്ലെങ്കിൽ അല്പം കൂടെ സ്പേസ് അവിടെ കിടക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ വന്നത് കസേര കാലിയാക്കി പോകുമല്ലോ എന്നോർത്തല്ല, സ്പേസ് ബ്ലാങ്കായി കിടക്കുമല്ലോ എന്നോർത്തല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇതിനകത്ത് വന്നിരിക്കാൻ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നമ്മെ വിളിച്ചത് സ്തോത്രം ജൂൺ മാസം 7-ാം തീയതി വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു. വിശ്വാസ ജീവിതം എങ്ങനെ കയറിപ്പോകണമെന്നും വിശ്വാസ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകണമെന്നും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കട്ടെ. ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നെന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിക്കും എന്നോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്നതിനേക്കാളപ്പുറമായി എൻ്റെ ദൈവത്തിനറിയാം ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും, ഇന്ന് ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളതും, നാളെ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നും എൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം. നമ്മൾ വില കുറഞ്ഞവരല്ല കേട്ടോ. പ്രായം കുറഞ്ഞവരാണെങ്കിലും വില കുറഞ്ഞവരല്ല. നമുക്ക് വേണ്ടി ദൈവം കരുതുവെന്നേ ഓർത്ത് വിശ്വസ്തയോടെ നിങ്ങൾ നോക്കിയേ. ഞാൻ എപ്പോഴും പറയുന്നു, വിശ്വസ്തയോടെ ദൈവത്തെ വിളിച്ചവരാരെങ്കിലും ലജ്ജിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. നാട്ടിലൊക്കെ പോകുമ്പോൾ തിരുവല്ല മുതൽ റാന്നി വരെ വണ്ടി ഓടിക്കുമ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ ഒന്ന് വഴി പോലും ചോദിക്കാൻ ആരുമില്ല. കാരണം എന്നാ, 3-4 വലിയ വലിയ ബംഗ്ലാവുകൾ ഇങ്ങനെ പണിതിട്ടേക്കുക, അതിൻ്റെ ഗേറ്റുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുക, താമസമില്ല. കാരണം എന്നാ, ഹല്ലേലൂയ, പൂർവ്വപിതാക്കന്മാർ ഒറ്റമുണ്ട് മുടുത്ത് പട്ടിണി കിടന്ന് കർത്താവിന് വേണ്ടി വില കൊടുത്ത് ഒരു രാസ്തയ തിരുവല്ല മുതൽ റാന്നി വരെ ചെല്ലുന്ന ആ റോഡ്. എന്നാൽ 2 ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ എല്ലാ വീടുകളും മളിമാളികകൾ പണിതിട്ടിട്ട് അവിടുത്തെ തലമുറകളൊന്നും നാട്ടിലില്ല. അന്ന് കരഞ്ഞ മാതാപിതാക്കളുടെ തലമുറകൾ നാട്ടിലില്ല. അന്ന് കർത്താവേ, കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥന നടക്കുമ്പോൾ പുരയ്ക്കകത്തെരിക്കാൻ സ്ഥലമില്ലാതെ മാതാപിതാക്കൾ മുറ്റത്തിറങ്ങി കല്ലിന് മുകളിൽ ഇരുന്നവരൊക്കെ ഇന്ന് ബംഗ്ലാവുകളിൽ താമസിക്കുന്നു. കാരണം എന്നറിയാമോ? നീ ദൈവനാമത്തിന് കൊടുത്ത വിലയാ. അതുകൊണ്ട് ഇന്ന് ജീവിതത്തിലൊന്നും ഇല്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടണ്ട. ഇന്ന് ജീവിതത്തിലൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടണ്ട. ഇന്നത്തെ അനുഭവങ്ങളിൽ എൻ്റെ ദൈവത്തിൽ നിന്ന് നിർത്താൻ പറ്റുമെങ്കിൽ നാളെയും നിന്നെ നിർത്താൻ അവൻ കഴിവുള്ള കർത്താവാ. സ്തോത്രം. ഒരു വചനം വായിച്ച് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:47 ഒന്ന് വായിച്ച്. യോഹന്നാൻ 1:47 വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. 1:47 ഇവിടെ പറയണം, വിശ്വാസ ജീവിതം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വെല്ലുവിളികളുടെ ജീവിതമാണ്. ഇവിടെ യേശു ക്രിസ്തു ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. ഫിക്സ് ചെയ്തൊരു പ്രോഗ്രാം. ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അവിടുത്തെ സ്റ്റേജുകളൊക്കെ ക്ലിയറാണ്. ഓപ്പൺ സ്റ്റേജാണോ ഇൻഡോർ പ്രോഗ്രാമാണോ ഇത് വ്യക്തമല്ല. പക്ഷേ എൻ്റെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന വഴിയിൽ നാം കാണുന്ന ഒരു വാർത്തയാണ്.
പോകുന്ന വഴിയിൽ അവിടെ ആൾക്കാരെ എല്ലാം സെറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ശിഷ്യന്മാരിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പട്ടണത്തിലേക്ക് അല്പസമയം ഗ്യാപ്പ് കിട്ടി. നമ്മളും അങ്ങനല്ലേ, ആരാധന തുടങ്ങുമ്പോൾ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ അല്പം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നത് പോലെ തിരക്ക് കൂടുന്നതിന് മുന്നമേ, എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നമേ ഫിലിപ്പോസ് പട്ടണത്തിലേക്ക് പോയി. അവിടേക്ക് നടന്നു പോയി. പട്ടണത്തിലേക്ക് നടന്നു പോയപ്പോൾ പട്ടണത്തിൽ ചെന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അവൻ്റെ പേരെന്നാ? നഥനയേൽ എന്നാണ് അവൻ്റെ പേര്. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ നഥനയേലിനെ ദൂരവേ നിന്ന് കണ്ടു. ദൂരവേ സഭയിൽ ആളിനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഭാഗം പറയുന്നുണ്ട് കേട്ടോ. ദൂരവേ നിന്ന് ആരെ കണ്ടു? നഥനയേലിനെ കണ്ടു. പുള്ളി ഒരു പരിപാടിയൊന്നുമില്ലാതെ മുക്കിലൊരു കലിങ്കലിങ്ങി ഇരിക്കും. ഫിലിപ്പോസ് എന്ന് ചോദിച്ചു, നഥനയേൽ എന്തുകൊണ്ട് വിശേഷം, സന്തോഷമായിട്ടിരിക്കുന്നോ, നീ വരുന്നോ, യേശുവിനെ കാണാൻ നീ വരുന്നോ? അവൻ എവിടുത്തുകാരനാ? ഉടനെ അടുത്ത ചോദ്യം, നസ്രത്തിൽ നിന്നുള്ളവൻ. അപ്പം നമ്മുടെ ഈ ഹ്യൂമറൻസ് അല്പം കൂടുതലുള്ളൊരു മനുഷ്യനായിരുന്നു നഥനയേൽ. പുള്ളി ചോദിച്ചു, ഞാൻ വന്നാൽ എന്തുവാ, വല്ല നന്മയും വല്ലതും കിട്ടുമോ, കൈ വല്ലതും ഉടക്കുമോ? ആ ചോദിച്ചതിൻ്റെ ആ ഒരു രീതി അതാ. ഫിലിപ്പോസ്, ഞാൻ വരാം, നീ വിളിച്ചത് കൊണ്ട് ഞാൻ വരാം, പക്ഷേ വല്ല ചിക്കിലി വെക്കുമോ? നസ്രത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് വല്ല നന്മയുണ്ടാകുമോ? പക്ഷേ ഫിലിപ്പോസിന്റെ മറുപടി കണ്ടോ? നീ എന്ത് ചെയ്യണം? വന്നു കാണ. നിനക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നീ വന്നാ നിനക്ക് അനുഭവിക്കാം. നമുക്കറിയാം, സമൂഹത്തോടെ നടക്കുന്ന പലരെയും വിളിച്ചുകൊണ്ട് വരുവാൻ ഇന്ന് പകൽ നമുക്കൊരു ഉത്സാഹം ഈ വചനത്തിൽ ദൈവം തരട്ടെ. ഫിലിപ്പോസ് പറയുക, വാ നമുക്കൊന്ന് പോയിട്ട് വരാം. നീ പ്രതീക്ഷിക്കുന്നൊന്നും കിട്ടിയില്ലെങ്കിലും നീ പ്രതീക്ഷിക്കാത്ത ചില നിനക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നമുക്ക് അവനെ ഒന്ന് കാണാം. അവൻ എങ്ങനെയുള്ളവനാ? മോശയെ പോലെ, ഏലിയാവിനെ പോലെ ഒക്കെ ഇരിക്കുന്നു. പക്ഷേ ഒന്ന് വന്ന് കണ്ടേ. സ്തോത്രം. വന്നു. യേശുക്രിസ്തു പോഡിയത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതിന് മുന്നമേ വാതുക്കൽക്കുള്ള നഥനയേൽ കയറി വരുന്നത് കാണുക. അവൻ കയറിയപ്പോൾ പുറകിലെല്ലാം ആൾക്കാരിയ്ക്കുകയാ. ദൂരവേ നിന്ന് ആര് കണ്ടു? യേശു കണ്ടു. ദൂരവേ നിന്ന് യേശു കണ്ടതുമല്ല, നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്ന യേശു കണ്ടിട്ട് യേശു അവിടെ നിന്നുകൊണ്ട് നഥനയേലിൻ്റെ ചങ്ക് കുത്തിപ്പറിക്കുന്നത് പോലെ ഒരൊറ്റ വേട പറഞ്ഞു, എന്നാ? ആ വരുന്നവൻ സാക്ഷാൽ ഇസ്രായേലിയൻ. എന്നിട്ട് എന്താ പറയുന്നത്? അവനിൽ ഇത് കേട്ടതുമല്ല. അവന് ഒരു കാര്യം പിടികിട്ടി. ഞാൻ പ്രതീക്ഷിക്കുന്ന നന്മ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും എന്നെ അറിയാവുന്നവൻ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നീ ആരാധിക്കുന്നത്, നീ കാണുന്നത്, നീ മനസ്സിലാക്കുന്നത് ഒന്നും ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും ഇന്ന് പകൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം, നിന്നെ അറിയുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. ദൂരമേ നിന്ന് കണ്ടവൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, നീ ഇരിക്കാൻ വരട്ടെ, നീ സാക്ഷാൽ ഇസ്രായേലിനാ. യെസ്, നിന്നിൽ കാപട്യവും കപടവുമില്ല. ഇത് കേട്ടതുമല്ല, നഥനയേൽ ഫിലിപ്പോസിനെ പിടിച്ചൊരു ഞെക്ക്. നമുക്കുണ്ട് ഈ അടുത്ത് നിൽക്കുമ്പോൾ കൈ പിടിച്ചൊരു ഞെക്കിട്ട് ചോദിക്കുക, ഈ യേശുവിന് എന്നെ എങ്ങനെ അറിയാം? എന്നെ എങ്ങനെ അറിയാം? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നിന്നെ അറിയാത്തവർ കൂടെ പലരും ഉള്ളപ്പോൾ, നിന്റെ കൂടപ്പറപ്പുകാർ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ സ്നേഹിതർ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ ബന്ധുമിത്രാദികൾ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്നെ അറിയുന്നവൻ ഈ ആലയത്തിനകത്തുണ്ട്. ചോദിച്ചതുമല്ല, നഥനയേൽ അവനോട് ചോദിക്കുക, ഓക്കെ, എന്നെ എവിടെ വെച്ചറിയാം? ഉടനെ ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുന്നമേ നീ അത്തിയുടെ കീഴിൽ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് നിന്നെ പട്ടണത്തിലേക്ക് വരുന്നതിന് മുന്നമേ. ഓ, എന്തോ അല്ലേ, നിങ്ങളത് ചിന്തിച്ചേ, ക്ഷീണമായോ നിങ്ങളൊക്കെ? ഫിലിപ്പോസ് പട്ടണത്തിലേക്ക് പോയത് ആരറിഞ്ഞില്ല? പറഞ്ഞേ, യേശു അറിഞ്ഞില്ല. പക്ഷെ ഈ പുള്ളി പട്ടണത്തിലേക്ക് ചെന്ന്, നിങ്ങളത് ചിന്തിക്കണം, പട്ടണത്തിലേക്ക് ചെന്ന് നഥനയേലിനെ കണ്ടപ്പോഴേ ഇവിടെ എർത്തു വന്നു. അവൻ ആരെ കണ്ടു? പുള്ളിയെ കൊണ്ട് ഇവിടെ വരുമെന്നുള്ളത് ആർക്കറിയാം? ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ വന്നത് എൻ്റെ കർത്താവ് അറിഞ്ഞിട്ടാ. ഞാൻ എന്താ ഇതിന്ന് പറയാൻ? സത്യം എനിക്കൊന്നും മനസ്സിലാകണം. ഞാനിവിടെ നിൽക്കണമെന്നുള്ളത് എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ ഇതിനകത്ത് വരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്.
നിങ്ങൾ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ തലമുറ രോഗത്തിൽ കൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം എന്നാ? വെല്ലുവിളികളുള്ളത് ക്രിസ്തീയ ജീവിതം. അതിനെ എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഓ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, ആരും അറിയത്തില്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ടു പോയവനെ ദൂരമേ നിന്ന് വിരൽ ചൂണ്ടിയിട്ട്, നിന്നെ എനിക്കറിയാം, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ. അതിന്റെ ചരിത്രം ഞാൻ മുൻകാലങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലുടെ യഹൂദന്മാരുടെ വീടുകളൊക്കെ 2 നില വീടുകളാണ്. അതിന്റെ മുകളിലത്തെ നില ഹാളായിട്ടാണ് പണിതിടുന്നത്. റൂമുകൾ തിരിക്കാറില്ല, അത് ഹാളായിട്ട് നീട്ടി അങ്ങ് പണിതിടും. വിരുന്നുകാരും കൂടപ്പുറപ്പുകളും ബന്ധുമിത്രാദികളൊക്കെ വരുമ്പോൾ ഈ ഹാളിൽ അങ്ങ് നീണ്ടു നിവർന്നങ്ങ് ഇരിക്കും. കാരണം അവർക്ക് കാല് നീട്ടിയ യഹൂദന്മാരിരിക്കുന്നത്. ഒരു കൈ ഇങ്ങനെ ചാരി കാല് നീട്ടി യഹൂദന്മാരിരിക്കും. അതുകൊണ്ടാ നമ്മുടെ കർത്താവ് ഇരുന്നപ്പോൾ അവൻ്റെ കാലിൽ കൊണ്ടുവന്ന് ആ സ്ത്രീ സ്വച്ഛജലമാംസി തൈലം ഒഴിക്കാൻ കാരണം കാലെപ്പോഴും നീട്ടിയിട്ടായിരിക്കും. അത് വേറൊരു ഭാഗമാണ്, പിന്നീട് നമുക്ക് ചിന്തിക്കും. ഇവരൊക്കെ ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് അതിനേലിന് വീട്ടിലിരിക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നല്ല തണൽ. അത്തി കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു തൊള്ളി സൂര്യപ്രകാശം അതിനടിയിൽ കൂടെ താഴെ വരത്തില്ല. കാരണം എന്നാ? അതിൻ്റെ ഇലകൾ ഫുൾ പാക്ഡാണ്. ഒന്നിന് മുകളിൽ ഒട്ടും വെയിലടിക്കത്തില്ല. വളരെ എയർ കണ്ടീഷനിൽ ഇരിക്കുന്നത് പോലെ എവിടെ ഇരിക്കാം. അവിടെ നിന്ന് അവരെല്ലാം വർത്താനം പറയുമ്പോൾ നഥനയേല് അത്തിയുടെ ചുവട്ടിൽ ചെന്നുകൊണ്ട് ചാരിയിരുന്നിട്ട് ന്യായപ്രമാണത്തിന്റെ താളുകൾ മറിക്കുന്നത് എന്റെ ദൈവം അന്നേ കണ്ടു. അത്തിയുടെ കീഴിൽ പോയിരിക്കും, ഒരു കുപ്പി വെള്ളവുമായി പോയിരിക്കും. അവിടെ കാരണവന്മാർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ അത്തിയുടെ കീഴിൽ ന്യായപ്രമാണത്തിന്റെ താളുകൾ തിരിക്കുന്ന സമയത്തെ നഥനയേലെ നിന്നെ ഞാൻ കണ്ടതാ. നിന്റെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോഴേ എൻ്റെ പ്രാണനാഥൻ്റെ അടുത്തങ്ങ് പോയി ഇരുന്നാൽ മതി. അവൻ നമ്മളെ കാണും. ഒരുപക്ഷെ ആരും കണ്ടില്ലെന്ന് വരാം. ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്നത് ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒന്നും കണ്ടില്ലെന്ന് വരാം. എന്നാൽ അവൻ അത്തിയുടെ കീഴിലിരുന്നപ്പോഴേ, അന്നത്തെ പണമുള്ളവരുടെ വീട്ടിൽ മാത്രമേ ഈ അത്തിയൊക്കെ വെച്ച് പിടിപ്പിക്കത്തുള്ളൂ. കാരണം അത് വളരെ ചിലവ്, അത് വളർത്തിക്കൊണ്ട് വരിക. എന്നാൽ ഓർത്തു നോക്കണം, അതിൻ്റെ കീഴിലിരുന്നപ്പോഴേ നഥനയേലേ നിന്നെ ഞാൻ കണ്ടതാ. നാം വായിച്ച വേദഭാഗം അങ്ങനെയല്ലേ? അത്തിയുടെ കീഴിൽ ന്യായപ്രമാണം നീ മറിക്കുമ്പോൾ നീ അറിയാതെ നിന്നെ ഞാൻ കണ്ടു. വായിച്ച അടുത്ത വചനം. അതിൻ്റെ 48ാമത്തെ വാക്യം വായിച്ച പാസ്റ്റേ. നമ്മുടെ പഠനത്തിന്റെ മികവ് കൊണ്ടല്ല കർത്താവ് നമ്മളെ കണ്ടേ, ആണോ? നമ്മുടെ ബിബ്ലിക്കൽ ഡിഗ്രി കൊണ്ടല്ല കർത്താവ് നമ്മളെ കണ്ടേ. നമ്മുടെ ജോലിയിലുണ്ടായ പ്രമോഷൻ കൊണ്ടല്ല കർത്താവ് നമ്മളെ കണ്ടേ. നമ്മുടെ എക്സ്പീരിയൻസ്, നേഴ്സുമാർക്ക് എക്സ്പീരിയൻസ് ആണല്ലോ വില. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ മഹത്വം കൊണ്ടല്ല കർത്താവ് നിങ്ങളെ കണ്ടേ. കർത്താവ് കണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ന്യായപ്രമാണം മറിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അവിടെ അങ്ങനെ വായിപ്പാനിടയായത്. വിവേചിക്കുന്ന ആത്മാവാണ് നമ്മുടെ കർത്താവിൻ്റെ, കേട്ടോ. നമ്മുടെ കർത്താവ് ആരാ? വിവേചിക്കുന്ന ആത്മാവാ. ദൂരവേ നിന്ന് വന്നപ്പോൾ അവനെ വിവേചിച്ചെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവവേദിലേ നിന്റെ ഹൃദയത്തെ എൻ്റെ കർത്താവ് വിവേചിക്കുന്നവനാ. നമ്മുടെ മിടുക്കോ, നമ്മുടെ പഠനത്തിൻ്റെ മിടുക്കോ, നമ്മളെ വിളിച്ചതിന് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെയോ നിന്റെ ടൈറ്റിൻ്റെ എണ്ണമോ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇന്ന് പകൽ ഓർത്ത് മിടുക്കന്മാരായ അനേക തലമുറകൾ ഉള്ളത് കൊണ്ടല്ല നീ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയോ. നിന്റെ തലമുറ മിടുക്കനായതുകൊണ്ടോ മിടുക്കിയായതുകൊണ്ടോ അല്ല ഞാനും നിങ്ങളും ഇതിനകത്ത് വന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവത്തിൻ്റെ. ലോകം കണ്ട ശക്തനായ സുവിശേഷകനായിരുന്നു പൗലോസ്. 14 ലേഖനത്തോളം ദൈവസഭയ്ക്ക് കൈമാറി തന്നവൻ. എന്നാൽ ഓർത്തോണം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. വെളിപ്പാടുകളുടെ ആധിക്യം പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുക, പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുകയോ. എന്തോ വാക്കാ. ഞാൻ കഴിഞ്ഞ രാത്രി അത് വായിച്ചൊരു ഞെട്ടിപ്പോയി. 14 ലേഖനങ്ങൾ എഴുതിയ ഒരു പുള്ളി, സുവിശേഷങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ നേതാവെന്നറിയപ്പെടുന്ന പൗലോസ് പറയുക, പിടിച്ചു എന്നൊന്നും ഞാൻ നിരൂപിക്കുന്നില്ല, നേടിയെന്നൊന്നും ഞാൻ പക്ഷേ
പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുക? ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്താ? വെല്ലുവിളികളുടെ നടുവിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്നേ ഉള്ളൂ, അത്തിയുടെ കീഴിൽ ന്യായപ്രമാണത്തിന് താളുകൾ മറിച്ചപ്പോൾ ദൈവത്തിനറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവനിൻ്റെ അരികിൽ വരുമെന്നുള്ളത്. 37-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം വായിച്ച് നിർത്താം. 37 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, വളരെ നമ്മളെ ബലപ്പെടുത്തുന്ന വചനം. 37:5. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. പോരെ? ഒന്ന് ഉറക്കെ പറഞ്ഞു, ഒന്ന് ഉറക്കെ വായിച്ചേ. ബൈബിൾ എല്ലാവരും എടുത്ത് പ്ലീസ് ഓപ്പൺ ദ ബൈബിൾ. ഒന്ന് ഉറക്കെ വായിച്ചേ, ഉറക്കെ വായിച്ചേ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഈ ജൂൺ മാസം ആദ്യ ഞായറാഴ്ച എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയാം, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങൾ നന്നായി കിടക്കേണ്ടത് കൊണ്ട് ഞാൻ പറയുക, എൻ്റെ കർത്താവിനെ മാത്രം ആശ്രയിച്ചോണം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കാം. എൻ്റെ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. പലപ്പോഴും ഞങ്ങളുടെ ആശ്രയം മാറി മറിഞ്ഞു പോയിട്ടുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവിക മഹത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. വാത്സല്യ മാർട്ടിൻ പാസ്റ്റർ ദൈവസ്ഥലം പ്രാർത്ഥിച്ചാട്ട് എല്ലാ ദൈവമക്കളും സ്തോത്രത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.